രാഹുലിനെതിരെ തനിക്ക് ലഭിച്ച ആദ്യ പരാതി ഇന്നാണെന്നുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദം പൊളിയുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഏറ്റവും പുതിയതായി പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡനം സംബന്ധിച്ച് നേരത്തെയും പരാതി ലഭിച്ചിരുന്നു. എന്നാൽ ആദ്യം പരാതി നൽകിയ യുവതി സണ്ണി ജോസഫിനും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതേ ദിവസമാണ് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെ പരാതി നൽകിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, രാഹുലിന്റെ ഈ ഒരു മാനസിക വൈകൃതത്തിന് കോൺഗ്രസ് നേതാക്കൾ കൂട്ടുനിൽക്കുന്നതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നത്? വിഷ്ണു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23 വയസ്സുള്ള ഒരു യുവതി പരാതി നൽകിയിരിക്കുകയാണ്. അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനാണ് പരാതി നൽകിയത്. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ പരാതി തനിക്ക് ലഭിക്കുന്നത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി നൽകുന്നത്, അത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരാതി ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. എന്നാൽ അത് തെറ്റാണെന്നാണ് നമുക്ക് രേഖകൾ മുഖാന്തരം ലഭിക്കുന്നത്. നേരത്തെ തന്നെ ആദ്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിരുന്നു. രണ്ടുപേർക്കും ഇത്തരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ദുഷ്ചെയ്തികൾ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് നേരിട്ട പീഡനം, തനിക്ക് നേരിട്ട ദുരിതം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തിനും, അതായത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ, അതായത് ഈ സംഭവം നടക്കുന്നത് 27-ാം തീയതിയാണ്, ഈ മാസം 27-ാം തീയതി. ഈ 27-ാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അതേ ദിവസം തന്നെയാണ് യുവതി KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുന്നത്. നമ്മൾ അതേ ദിവസം കെ മുരളീധരൻ്റെ പ്രതികരണം തേടിയിരുന്നു. പ്രതികരണം തേടിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം ഒരു പരാതി ആദ്യം തന്നെ യുവതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി ഇപ്പോൾ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് ആദ്യമായി ലഭിക്കുന്നൊരു പരാതിയാണ് ഇപ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു യുവതി നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ മറ്റൊരു യുവതി പരാതിയുമായി വന്നിരിക്കുന്നു. ആ യുവതിയുടെ പരാതി മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് KPCC പ്രസിഡന്റ് പറയുന്നത്. ഇത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ആദ്യം തന്ന പരാതി അത് മറച്ചു വെക്കുവാനുള്ള സാഹചര്യം എന്താണ്? എന്തുകൊണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചു, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയില്ല എന്നതടക്കമുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കെ മുരളീധരനായാലും ശരി, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വരുന്നൊരു സാഹചര്യത്തിലാണ് പിന്നീട് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന നിലയിലേക്ക് KPCC നേതൃത്വം എത്തുന്നത്. എന്തായാലും KPCC പ്രസിഡന്റിൻ്റെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യവും ഇതിനു മുമ്പും ഇത്തരത്തിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതി KPCC പ്രസിഡന്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മറ്റൊരു പരാതി കൂടി നേരത്തെ ഒരു യുവതി, അതായത് ഈ 2 മാസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ മറ്റൊരു ചലച്ചിത്ര നടി കൂടിയായിട്ടുള്ളൊരു യുവതിയും സമാനമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുമായി യുവതി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിക്കുമ്പോൾ ആ പരാതിയിൽ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് വേണം നമുക്കിപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യം വെച്ചാണ്, അതായത് കൂടുതൽ പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു വലിയ പരാതിയുമായി വന്നിരിക്കുന്നു. കൂടുതൽ പേർ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ പരാതിയുടെ സ്ക്രീൻഷോട്ടുകളടക്കം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി നൽകിയത്, അല്ലെങ്കിൽ ആ പരാതി കൈമാറിയതെന്ന വിശദീകരണം KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ KPCC നേതൃത്വമായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള ഈ പരാതികളെല്ലാം വന്നതോടുകൂടി തന്നെ KPCC നേതൃത്വവും ഒരു ആശങ്കാജനകമായ രീതിയിൽ അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതി കൈമാറിയെങ്കിൽ പോലും KPCC നേതൃത്വം ഇപ്പോൾ നിലവിൽ ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതിൻ്റെ കാരണം തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ
എന്നാൽ ആദ്യമായാണ് തനിക്ക് ലഭിക്കുന്ന പരാതി, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതി തനിക്ക് ആദ്യമായിട്ടാണ് ലഭിച്ചത് എന്ന ആ കാര്യം തന്നെ വാസ്തവവിരുദ്ധമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ യുവതി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം നൽകിയ പരാതി, അതിജീവിത പരാതി നൽകിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഒന്നല്ല രണ്ടല്ല നിരവധി പരാതികൾ നേരത്തെയും വന്നിട്ടുണ്ട്. ആ പരാതികളൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. എന്തായാലും രാഹുലിനെതിരെ ശക്തമായ പരാതികൾ പുറത്തു വരികയാണ്. അതിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുണ്ട്. എന്നിരുന്നാൽ കൂടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു ഗതി ഏത് തരത്തിലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഹുലിനെ പിടികൂടാത്തതാണോ അതോ പിടികിട്ടാത്തതാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.